ാണ് ഇത്തരത്തിൽ വാർത്ത വന്നത്. എന്നാൽ ഇതിന് തൊട്ട് പിന്നാലെ ഈ സംഭവത്തിൻ്റെ ഒരു സത്യാവസ്ഥ മറുനാടൻ പുറത്തുവിട്ടിരുന്നു. ഈ കാർ യാത്രക്കാരുടെ അഭിമുഖം മറുനാടൻ പ്രസിദ്ധീകരിച്ചു. ആ കാർ യാത്രക്കാർ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് അവരുടെ മൊബൈലിൽ പകർത്തിയ ചില ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറുനാടൻ അവരുടെ അഭിമുഖം കൊടുത്തത്. ഇതോടുകൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു വാസ്തവം തിരിച്ചറിഞ്ഞത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് കാണാം. ബൈക്ക് യാത്രക്കാരൻ്റെ പേര് അക്ഷയ് സന്തോഷ് എന്നായിരുന്നു. അക്ഷയ് സന്തോഷും അയാളുടെ സഹോദരിയും കൂടി സഞ്ചരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചെളിവെള്ളം തെറിച്ചത് എന്നായിരുന്നു ഈ വാർത്തയൊക്കെ പുറത്തു വന്നത്. പിന്നീട് ഇത് വലിയ തർക്കത്തിലേക്കും അക്രമത്തിലേക്കും പോവുകയായിരുന്നു. ഇതോടുകൂടിയിട്ട് അക്ഷയ് സന്തോഷിൻ്റെയും ജോസഫിൻ്റെയും പരാതിയിൽ ചേരാനല്ലൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഈ കാറുകാരെ ആക്രമിച്ച അക്ഷയ് സന്തോഷ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഓടിച്ച ഈ കണ്ടെയ്നർ ലോറി ഇടിച്ച് തമിഴ്നാട് സ്വദേശിയായുള്ള ഒരാൾ മരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് മുരുകൻ എന്നാണ്. സേലം സ്വദേശിയാണ്. പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രതി KL 771629 നമ്പർ കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവറായി ചുമതല വഹിച്ച് അപാകമായും ഉദാസീനമായും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം കിഴക്ക് പടിഞ്ഞാറായി കിടക്കുന്ന കളമശ്ശേരി എറണാകുളം കണ്ടെയ്നർ റോഡിലൂടെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഓടിച്ചു വന്ന് 26/7/2024 തീയതി വൈകിട്ട് 5:15 മണിക്ക് ഫ്രീ ലെഫ്റ്റ് എടുത്ത് തിരിയാതെ സിഗ്നൽ വഴി തെക്ക് ഇടപ്പള്ളി റോഡിലേക്ക് തിരിഞ്ഞ സമയം സൈക്കിൾ തള്ളിക്കൊണ്ടുവരികയായിരുന്ന മുരുകനെ ചേരാനല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ വെച്ച് ഇടിച്ചതിൽ വെച്ച് പരിക്ക് പറ്റി ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിച്ചപ്പോഴേക്കും ഈ അക്ഷയ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു തെറ്റിദ്ധാരണയായിട്ട് ഫസ്റ്റ് അക്ഷയൻ്റെ ഫാമിലി, അക്ഷയും അക്ഷയുടെ ഫാദറും കൂടി ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു കാറുകാരുടെ പേരിൽ. ഈ വീഡിയോ കുറച്ച് വൈറലായിരുന്നു. കാറിൽ ഓടിച്ചുകൊണ്ട് അച്ഛനെയും മകനെയും കൊണ്ട് ഇത്ര ദൂരം സഞ്ചരിക്കുന്ന ഒരു കാറിനെയാണ് നമ്മൾ കണ്ടത്. ആ വീഡിയോ ഒരു പിറ്റേ ദിവസം തന്നെ ആ വീഡിയോ മാറി തിരിഞ്ഞു. കാരണം ഉള്ളിലുള്ള എന്താ പറയുക, ആ കാറിലെ ഭാര്യയും ഭർത്താവും മകനും കൂടി ചേർന്നിട്ട് അവർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഉള്ളത് കൊണ്ടാണ് സത്യാവസ്ഥ നമുക്ക് പുറത്തു വന്നത്. അപ്പം ഞാനതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊരു ക്രിമിനൽ മൈൻഡാണ് ഇവർക്ക് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ വേറെ ന്യൂസും കൂടി നമ്മുടെ മറുനാടൻ എന്ന് പറഞ്ഞ ചാനലാണ് പുറത്തു കൊണ്ടുവന്നത്. നമ്മുടെ അക്ഷയ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ട്രക്ക് ഡ്രൈവറാണ്, കണ്ടെയ്നർ ഡ്രൈവറാണ്. പുള്ളിക്കാരൻ മുരുകൻ എന്ന് പറഞ്ഞ ഒരാളെ എന്താ പറയുക ഇടിച്ച് കൊലപ്പെടുത്തിയതല്ല, ആക്സിഡന്റ് ആണ്. പക്ഷേ പുള്ളിയുടെ അശ്രദ്ധ മൂലം സംഭവിച്ച ഒരു ഇതാണ്. അത് പോലീസുകാർ FIR കൊടുക്കുകയും ചെയ്തു. ഇതിലൂടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഓവർ സ്മാർട്ട് ആവരുത് ഒരിക്കലും. ഇത് ഓവർ സ്മാർട്ടിന് കിട്ടിയ പണിയാണ്. ഞാൻ പറയില്ലേ, ദൈവം എവിടെയോ ഉണ്ട് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. എന്താ പറയുക, പണ്ടൊക്കെ ആയിരുന്നു ദൈവം പിന്നെ എന്ന് പറയുന്നത്. ഇപ്പം അപ്പമാണ് ഒന്ന് കഴിഞ്ഞ് ഒന്നിൻ്റെ മേലെ തന്നെ അടുത്തത് കിട്ടി ആ ചക്കന്. അപ്പം അഹങ്കരിക്കുന്നതിനും അതുപോലെ തന്നെ ചോദിച്ചു മേടിക്കുന്നതിനുള്ള പണിയാണ് ഇതൊക്കെ. എന്താ പറയുക, ഇറന്ന് വാങ്ങാന്ന് പറയില്ലേ. മര്യാദയ്ക്ക് ആ ഒരു പ്രശ്നം അവിടെ വെച്ച് നിർത്തി പോയാൽ മതി. ഗുണ്ടായുസം കാണിക്കുന്നതിൻ്റെ എക്സാക്ട് പൊരുളാണത്. മനസ്സിലായില്ലേ? അപ്പം തന്നെ മറ്റൊരു പണി വേറൊരു സൈഡിൽ ആള് ചെയ്തു വെച്ചിട്ടാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്ര ഗുരുതരമായ രീതിയിൽ ഒരാളെ കൊന്നതിന് ശേഷം ട്രക്ക് ഓടിച്ച് അശ്രദ്ധ കാരണമാണ് വ്യക്തമായിട്ട് പോലീസ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അശ്രദ്ധ കാരണമാണ് ഈ ഒരു സംഭവം. കാരണം ഫ്രീ ലെഫ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് ചെയ്യാതെ വീണ്ടും സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് എടുത്തതാണ് പുള്ളിക്കാരൻ. സൈക്കിൾ യാത്രക്കാരൻ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഈ ഇടിച്ചതും മരിച്ചതുമാണ്. അപ്പം ഇതുപോലുള്ളൊരു ക്രൂരകൃത്യം ചെയ്തിട്ടാണ് ഈ പുള്ളിക്കാരൻ അവിടെ വന്നിട്ട് ഒരു നാണവും ഇല്ലാതെ ഈ കാറുകാരെ തടഞ്ഞിട്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തി ചെയ്യും? ആരും ചെയ്യില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ, നമ്മുടെ കൈമൽ അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഒരു കുറച്ച് കാലത്തേക്കെന്നല്ല, നമുക്ക് ജീവിതകാലം മുഴുവൻ ആ സമാധാനം. കാരണം നമ്മുടെ കൈ കൊണ്ട് ഒരു ജീവൻ പോയി എന്ന് പറയുമ്പോൾ നമുക്ക് പെടപ്പാണ് ഉള്ളാലെ. ഇവൻ ഇതൊന്നുമില്ല, ഇവൻ കൂളായിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവരുടെ അച്ഛനും ഇറങ്ങി. അപ്പം തന്നെ ആലോചിക്കാം ഏത് ടൈപ്പ് ഓഫ് ക്രിമിനൽ മൈൻഡാണ് ഇവരുടെ അകത്ത് എന്നുള്ളത്. ശരിക്കും നല്ല അടിപൊളി ശിക്ഷ വാങ്ങിക്കൊടുക്കണം, അത്രയും ഞാൻ പറയുള്ളൂ. കാരണം ഇതിനൊക്കെ അനുഭവിക്കണം കിടന്ന്. എന്ത് സിമ്പിളായിട്ടാണല്ലേ, ഒരു കാര്യം കഴിഞ്ഞപ്പോഴത്തെ അടുത്ത കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചാടി ഇറങ്ങി. ഒരു കുഴപ്പമില്ല, ആള് സ്മൂത്താണ്, ഭയങ്കര കൂളാണ്. ഒരു ജീവൻ കളഞ്ഞിട്ടാണ്. ചോദിക്കാനും പറയാൻ ആരും ഉണ്ടാവില്ലല്ലോ. തമിഴ്നാട് സ്വദേശിയാണ്. ഈ പോയാൽ എന്താന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും മിക്കവാറും. എനിക്ക് അറിഞ്ഞൂടാ. ഓരോ ജീവനും ഓരോരോ വില ഉണ്ട്. ഞാൻ ആ കാറിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഇതുപോലെ ചെറിയ ഇഷ്യൂസ് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ ആർക്കാണ് നഷ്ടം? ആർക്കുമല്ല, പോയവർക്കും പോയി, അത്ര തന്നെ. ആ സംഭവിച്ചവന് സംഭവിച്ചു. അതുകൊണ്ട് ഈ രീതിയിലുള്ള എന്താ പറയാ, ദൈവമുണ്ട്, കിട്ടും. അത് തന്നെ നല്ലോണം കിട്ടി മുട്ടപ്പണി. അപ്പോൾ ശരി, ബൈ.